കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം അനുഗ്രഹീതമായ ഈ നല്ല രാവിലെ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവമക്കളാകും നമുക്ക് ഒരുമിച്ച് ഒരു പ്രാവശ്യം കൂടെ ദൈവ രാജ്യമഹിമയ്ക്ക് വേണ്ടി ഒരുമിച്ച് പ്രാർത്ഥിപ്പാൻ കർത്താവ് നൽകിയ നല്ല സന്ദർഭത്തിനായിട്ട് ഞാൻ നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. ഈ പ്രഭാതത്തിൽ പ്രാർത്ഥനയ്ക്കായിട്ട് ആഗതരായിരിക്കുന്ന എല്ലാവർക്കുമുള്ള വന്ദനത്തെ ഞാൻ പ്രാരംഭത്തിൽ അറിയിക്കുന്നു. ഇന്നലെ നമ്മൾ രാത്രിയിൽ വളരെ ബ്ലെസ്സഡ് ആയിട്ടൊരു സെക്ഷൻ നമ്മൾ ഇന്നലെ രാത്രി കൂടുവാൻ യാത്രന്നു. ആരെങ്കിലും ആ ക്ലാസ് കേൾക്കാത്തവരായിട്ടുണ്ടെങ്കിൽ അത് കേൾക്കണമെന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. എന്താണ് വിശ്വാസം, എന്താണ് ന്യൂ ടെസ്റ്റ്മെൻറ്റ്, ന്യൂ കവനൻ്റ് ഉണ്ടാക്കുന്ന ബ്ലെസ്സഡ് ലൈഫ് എന്ന് നമ്മൾ കാണുകയായിരുന്നു. ഒന്ന് രണ്ട് പ്രത്യേക പദപ്രയോഗങ്ങൾ നമ്മളവിടെ നിന്ന് മറ്റ് പരിഭാഷകളിൽ നിന്ന് കണ്ടു. അത് ആഴമായ അർത്ഥവ്യാപ്തി നൽകുന്ന വാക്യങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾ ആ ഭാഗങ്ങൾ കാണുന്നത് നല്ലതാണെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ഇബ്രായ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 1, 2, 3 വാക്യങ്ങളാണ് നമ്മൾ ഇന്ന് രാവിലെ ധ്യാനിക്കാൻ വേണ്ടി പോകുന്നത്. അതിൻ്റെ പുറകിലുള്ള വാക്യങ്ങളുമായിട്ടുള്ള കണക്ഷൻ കൂടെ പറഞ്ഞ് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഒരാൾ ഈ വാക്യം ഒന്ന് വായിക്കാമെങ്കിൽ വായിച്ചിട്ട്. ഇബ്രായ ലേഖനം 11-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം. Now faith is the substance of things hoped for, the evidence of things not seen. മലയാളം. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം ആകുന്നു. അടുത്ത 2-ാം വാക്യം മലയാളത്തിൽ വായിച്ചാൽ മതി ആൻറ്റി, സാരമില്ല, നമ്മൾ കുറച്ച് പേരല്ലേ ഉള്ളൂ. അതിനാലല്ലോ പൂർണ്ണന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത്. ബാംഗ്ലൂർ താമസിക്കുന്നതിന്റെ പ്രശ്നമാണത്. 3-ാമത്തെ വാക്യം കൂടെ. ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായത് അല്ല കാരണം എന്ന് വരുമാറ് ലോകം ദൈവത്തിന്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. ഇവിടെ അപ്പോസ്തലനായ പൗലോസ്, ഞാൻ നേരത്തെ പറഞ്ഞ ഇബ്രായ ലേഖനം 1-ാം അധ്യായം മുതൽ 10-ാം അധ്യായം വരെ ദൈവിക സമ്പദ്ഘടനയെക്കുറിച്ചുള്ള ഒരു കൃത്യമായ വിവരണം പരിശുദ്ധാത്മാവ് പൗലോസിലൂടെ നൽകിയ ശേഷം 11-ാം അധ്യായത്തിൽ പറയുകയാണ്, വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു. അതിനാലല്ലോ പൂർവന്മാർക്ക് സാക്ഷി ലഭിച്ചത്. എന്നിട്ട് പറയുന്നു, ഈ കാണുന്ന ദൃശ്യമായതിന് ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണമെന്ന് വരുമാറ് ലോകം ദൈവത്തിൻ്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. കാണുന്ന ലോകം സൃഷ്ടിക്കപ്പെട്ടത് കാണാത്ത വചനത്താലാണ്. ഇതാണ് വാക്യം 3. ഈ കാണുന്ന ദൃശ്യമായ ലോകം സൃഷ്ടിക്കപ്പെട്ടത് ദൈവത്തിൻ്റെ വചനത്താലാണെന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. നിങ്ങൾക്ക് ആ ഭാഗങ്ങൾ ബോധ്യമാകുന്നല്ലോ അല്ലേ? അപ്പോൾ അതിനാലാണ്. അപ്പം മുകളിലത്തെ വാക്യം എന്താ? വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു. അപ്പം കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ് വിശ്വാസം, ആശിക്കുന്നതിൻ്റെ ഉറപ്പാണ് വിശ്വാസം. അപ്പം അത് പിതാക്കന്മാർക്ക്, പൂർവന്മാർക്ക് ആ വിശ്വാസത്താൽ അവർ കാണുന്ന തലത്തിൽ കാണാത്ത കാര്യത്തിലുള്ള വിശ്വാസത്താൽ അവർ പ്രവൃത്തി നടത്തിയതിനാൽ അവർക്ക് സാക്ഷി ലഭിച്ചു. എന്നിട്ട് പൗലോസ് പറയുകയാണ്, ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണമെന്ന് വരുമാറും ലോകം ദൈവത്തിൻ്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു. അപ്പോൾ എന്തിനാണിത് പൗലോസ് പറഞ്ഞു വരുന്നത്? നമ്മൾ ഇന്നലെ ഇതിൻ്റെ ബാക്കി ഭാഗം കണ്ടതാണ്. 10-ാം അധ്യായത്തിൻ്റെ ആ 2 വാക്യം കൂടെ ചേർത്ത് വായിച്ചാലാണ് നമുക്ക് കറക്റ്റ് ക്ലിയർ കട്ട് കിട്ടുന്നത്. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. ആരെങ്കിലും ഒരാൾ ഇന്നലെ വായിച്ചതിൻ്റെ, ഇന്നലെ പഠിച്ചത് അറിയാവുന്ന ആളൊന്ന് പറഞ്ഞ് വേഗം പറഞ്ഞ്. എന്താണ് നമ്മൾ ഇന്നലെ വായിച്ചത്? എൻ്റെ നീതിമാൻ എൻ്റെ വിശ്വാസത്താൽ. എൻ്റെ നീതിമാൻ നമ്മൾ ഇന്നലെ കണ്ടതാണ്. എൻ്റെ നീതിമാൻ എൻ്റെ വിശ്വാസത്താൽ ജീവിക്കും. കണ്ടോ? എൻ്റെ നീതിമാൻ എൻ്റെ വിശ്വാസത്താൽ ജീവിക്കും. എന്താ നമുക്ക് അതും കൂടെ, എന്താ അത് അങ്ങനെ പറ്റി? ഒരു മിനിറ്റ്, എനിക്കിത് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല. എന്തോ ഒരു തടസ്സം വന്നിരിക്കുന്നു. ഹോസ്റ്റ് ടൂൾ.
ഇത് കണ്ടോ, മൈ റൈച്ചസ് വൺ വിൽ ലീവ് ഫ്രം മൈ ഫെയ്ത്ത്. എൻ്റെ നീതിമാൻ. നിങ്ങൾക്ക് ഇത് കാണുന്നില്ല അല്ലേ? വായിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ഓ സോറി. ഓക്കെ, നമുക്കത് ഞാൻ ടാബ് ചെയ്തിട്ടുണ്ടോ, മൊബൈലിലാണെങ്കിലേ വായിക്കാൻ പറ്റുള്ളൂ. എൻ്റെ നീതിമാൻ എൻ്റെ വിശ്വാസത്താൽ ജീവിക്കും. എൻ്റെ നീതിമാൻ എൻ്റെ വിശ്വാസത്താൽ ജീവിക്കും. രണ്ടാമത് നമ്മൾ ഇന്നലെ പറഞ്ഞു, ആ വാക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? രണ്ടാമത് ഇന്നലെ പറഞ്ഞ കാര്യം എന്താന്ന്? 39ാമത്തെ വാക്യം നമ്മൾ ഇന്നലെ പറഞ്ഞു. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ 39ാമത്തെ വാക്യം എന്താ പറഞ്ഞെന്ന്? ഇതാണ് കുഴപ്പം, ആർക്കും ഒരു പിടുത്തമില്ല. എന്താണ്? ഇതാണ് ഇതിന്റെ കണ്ടന്റ്. ഇതാണ് ഇതിന്റെ കണ്ടന്റ്. എന്താണ് 39ാമത്തെ വാക്യം വായിച്ചത്? ഒരാൾ വായിച്ച്, ഇംഗ്ലീഷിൽ വായിക്കാം. എന്ത് വായിച്ച്? But we are certainly not those who are held back by fear and perish. We are among those who have faith and experience true life. അപ്പൊ നമുക്ക് അതിന്റെ അർത്ഥം കൂടെ പറഞ്ഞോ ആന്റി, എന്നെ അർത്ഥം കൂടെ പറഞ്ഞോ. Certainly not those who are held by fear and അതിന്റെ അർത്ഥം പറഞ്ഞ വിചാരിച്ചല്ല നമ്മൾ ജീവിക്കുക. But we are those who have faith, who എന്താ എക്സ്പീരിയൻസ് ട്രൂ ലൈഫ് നയിക്കുന്ന. അതെന്താന്ന് ഞാൻ ചോദിച്ചേ, മലയാളത്തിൽ പറയാനാ പറഞ്ഞേ, എനിക്കറിയില്ല മലയാളം. ഓക്കെ, ആരെങ്കിലും കൃത്യമായിട്ട് മലയാളം പറയാവോ? ഇതേ ഞാൻ റെക്കോർഡിംഗ് പോകുന്നതുകൊണ്ടാണ് നിങ്ങളോട് ചോദിക്കുന്നത്. കൃപ. മലയാളം ഇത് ആരെങ്കിലും പറയാവോ എന്നാണ് ഞാൻ ചോദിച്ചത്. But we are certain. മുകളിലത്തെ വാചകം വിട്ടോ. We are among those who have faith and experience true life. ഈ 50 പേരിൽ ആർക്കും ഇംഗ്ലീഷ് മലയാളമായി പറയാൻ അറിയില്ല ഇതിന്റെ? വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ. അത് നമ്മുടെ പരിഭാഷയിൽ എങ്ങനെ കിടക്കുന്നു? വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ ഇത്രയാകുന്നു. ജീവരക്ഷ എന്ന് മലയാളത്തിൽ കിടക്കുന്നു. വി ആർ among those who have faith and experienced true life. യഥാർത്ഥ ജീവിതം നമുക്ക് വിശ്വാസത്താൽ ലഭ്യമായി തീരും. വിശ്വാസത്താൽ ജീവരക്ഷ പ്രാപിക്കുമെന്നുള്ളതിന് ഇവിടെ കിടക്കുന്ന പരിഭാഷ, വിശ്വാസത്താൽ അവർ യഥാർത്ഥ ജീവിതം ജീവിക്കും. വിശ്വാസത്താൽ അവർ യഥാർത്ഥ ജീവിതം ജീവിക്കും. യഥാർത്ഥ ജീവിതം ജീവിക്കും. ഓക്കെ, അപ്പം ഇനി നമ്മൾ ഈ വാക്യങ്ങളൊന്ന് കണക്ട് ചെയ്ത്, നിങ്ങളൊന്ന് കണക്ട് ചെയ്ത്. അപ്പോൾ വിശ്വാസത്താൽ നിങ്ങൾക്ക് ഒരു യഥാർത്ഥ ജീവിതം ലഭ്യമാകുമെന്നല്ലേ ഈ വാക്യത്തിൻ്റെ അർത്ഥം? 39ാം വാക്യം ഞാൻ നിങ്ങളോട് ചോദിക്കാൻ കാരണം, ഞാൻ ഈ ഇംഗ്ലീഷ് മലയാളം പരിഭാഷ എനിക്കറിയില്ല. ഇത് ഞാൻ അതിനകത്ത് കൊണ്ട് ഞാൻ ഇടുന്നില്ല, ഈ വാക്യം ഇടുന്നില്ല. ഇത് ഞാൻ യൂട്യൂബിലിടാൻ കാരണം, ആരെങ്കിലും കുറച്ച് പേര് കേൾക്കണമെങ്കിൽ ഇടാൻ കാരണം. അപ്പം യഥാർത്ഥ ജീവിതം നിങ്ങൾ ജീവിക്കാൻ വേണ്ടി പോകുന്നത് എൻ്റെ നീതിമാൻ എൻ്റെ വിശ്വാസത്താൽ ജീവിക്കുമ്പോഴാണ്. അപ്പോൾ എന്താണ് കർത്താവിൻ്റെ വിശ്വാസത്തിൻ്റെ പ്രത്യേകത? എന്താണ് ദൈവത്തിൻ്റെ വിശ്വാസത്തിൻ്റെ പ്രത്യേകത? ആ വിശ്വാസമാണ് ഈ കാണുന്ന സകലതിനെയും ഒന്നുമില്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ചത്. ഈ കാണുന്ന സകലതിനെയും ഒന്നുമില്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ചത് ദൈവത്തിന്റെ വിശ്വാസമാണ്. അപ്പൊ ആ വിശ്വാസത്താൽ എൻ്റെ നീതിമാൻ ജീവിക്കും. ആ വിശ്വാസം ഉള്ളവൻ അവന്റെ ജീവിതം ഈ ഭൂമിയിൽ ജീവിക്കും. ഇതാണ് വാക്യം 39, 10:39. ഇനി എന്താ 11:1 എന്താ പറഞ്ഞത്? വിശ്വാസം എന്നതോ ആശിക്കുന്നവന്റെ ഉറപ്പും. അപ്പൊ പ്രത്യാശിക്കേണ്ടത് എന്താ? പ്രത്യാശിക്കേണ്ടത് നാം അവന്റെ ജീവിതം ജീവിക്കും. അപ്പൊ അതല്ലേ സത്യത്തിൽ പ്രത്യാശയായിട്ട് വേണ്ടത്. നമ്മൾ ഈ ഭൂമിയിൽ അവന്റെ ജീവിതം ജീവിക്കും. അപ്പൊ എന്നിട്ട് പൗലോസ് അവന് തെളിവ് പറയുകയാണ്. പൗലോസ് പറഞ്ഞ തെളിവ് എന്താണ്?
ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണമെന്ന് പെരുമാറും. ലോകം ദൈവത്തിന്റെ വചനത്താൽ സൃഷ്ടിക്കപ്പെട്ടു എന്ന് നാം വിശ്വാസത്തിൽ അറിയുന്നു. അപ്പൊ കാണത്തക്കവണ്ണമുള്ള ഒന്ന് സൃഷ്ടിക്കപ്പെട്ടത് അവന്റെ വചനത്താലാണ്. ഇത് നമുക്കറിയാമല്ലോ വിശ്വാസത്താൽ. എന്നിട്ട് അടുത്ത് പറയുന്നത്, അപ്പൊ എന്താണ് ഇവിടെ കണക്ട് ചെയ്യുന്നത്? കാണത്തക്കവണ്ണമുള്ള ഈ ലോകത്തെ കാണാത്ത വചനത്താലാണ് സൃഷ്ടിച്ചത്. അപ്പൊ ഇവിടെ എന്താ പറയുന്നത്? എന്റെ നീതിമാൻ എന്റെ വിശ്വാസത്താൽ ജീവിക്കും. അവൻ എന്റെ ജീവിതം, അവൻ ട്രൂ ലൈഫ് അവൻ അനുഭവിക്കും. ട്രൂ ലൈഫിലേക്ക് അവൻ പ്രവേശിക്കും. അപ്പൊ നമ്മുടെ ഫെയ്ത്ത് ഉണ്ടാക്കുന്നതല്ലേ അവന്റെ ജീവിതം. നമ്മുടെ അകത്തുണ്ടാകുന്ന അവന്റെ വിശ്വാസം ഉണ്ടാക്കുന്നതല്ലേ അവന്റെ ജീവിതം. അവന്റെ ജീവിതം എവിടെ ഉണ്ടാക്കുന്ന? അവന്റെ ജീവിതം എന്നിൽ ഉണ്ടാക്കുന്നത് അവനിലുള്ള വിശ്വാസം, അവന്റെ വിശ്വാസമല്ലേ. അപ്പൊ പൗലോസ് എന്താ പറയുന്നത്? നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങൾ ഭാരപ്പെടണ്ട. ഈ എബ്രായ വിശ്വാസികൾ അവരുടെ ജീവിതത്തിൽ അവർ അനുഭവിച്ച പ്രയാസങ്ങൾ നിമിത്തം പിന്മാറാൻ നിൽക്കുകയാണ്. പിന്മാറി പഴയ മതത്തിലേക്ക് പോകാൻ വേണ്ടി ചിന്തിച്ചു നിൽക്കുന്ന സമയത്താണ് പൗലോസ് ലേഖനം എഴുതുന്നത്. പൗലോസ് പറയുകയാണ്, ഈ കാണുന്ന ദൃശ്യലോകം ഉണ്ടായത് കാണാത്ത വചനത്താലാണെന്ന് നാം വിശ്വാസത്തിൽ അറിയുന്നു. അങ്ങനെ കാണുന്ന ലോകത്തെ കാണാത്ത വചനത്താൽ ഉണ്ടാക്കിയ നമ്മുടെ കർത്താവ് അതേ വചനം ഇന്നും ഉണ്ട്. അതേ വചനമായവൻ ഇന്ന് അവിടെ നിങ്ങൾക്ക് വേണ്ടി മഹാപുരോഹിതനായി, അതേ വചനമായവൻ ഇന്ന് നമുക്ക് വേണ്ടി അവിടെ നിങ്ങൾക്ക് വേണ്ടി ടെസ്റ്റേറ്ററായി, അവിടെ നിങ്ങൾക്ക് വേണ്ടി എക്സിക്യൂട്ടറായി, അവിടെ നിങ്ങൾക്ക് വേണ്ടി അവൻ നിങ്ങൾക്ക് വേണ്ടി അവിടെ പുരോഹിതനായി, അഡ്വക്കറ്റായി അവൻ ശുശ്രൂഷിക്കുന്നു. അപ്പൊ അന്ന് അവൻ അന്ന് അവൻ ഈ കാണുന്ന സകലതിനെയും വചനത്താൽ സൃഷ്ടിച്ചവൻ, ആ വചനം ഇപ്പോൾ 5-6 ഓഫീസുകളിൽ അവിടെ ശുശ്രൂഷിക്കുന്നു. ആ വചനം അന്ന് ഒരു ഓഫീസിലും നിൽക്കാതെ ഈ കാണുന്നത് മുഴുവൻ സൃഷ്ടിച്ചവനാണെങ്കിൽ ഇന്ന് രാവിലെ നിങ്ങൾ വിശ്വസിക്കണം, കാണാത്ത വചനം കാണുന്ന ലോകത്തെ സൃഷ്ടിച്ചതുപോലെ കാണാത്ത വചനം നിങ്ങൾക്കൊരു പുതിയ ജീവിതം നൽകുന്നതാണ്. കാണാത്ത വചനം ഇന്ന് നിങ്ങളുടെ സകല മേഖലകളിലും സൃഷ്ടിപ്പ് നടത്തുന്നതുമാണ്. വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങൾ? അതല്ലേ റിയൽ ഫെയ്ത്ത് എന്ന് പറയുന്നത്. റിയൽ വിശ്വാസം അവനിലുള്ള ധൈര്യമല്ലേ, അവനിലുള്ള ഉറപ്പല്ലേ. ഇങ്ങനൊരു ഓഫീസിൽ അവൻ അവിടെ പ്രവർത്തിക്കുകയല്ലേ. ഒന്ന് നമുക്കത് വിശ്വസിച്ച് ആമേൻ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടോ? ആ ഒരു ഫെയ്ത്ത് നിങ്ങളുടെ അകത്ത് തുറന്നാൽ, അവന്റെ വിശ്വാസം നിങ്ങളുടെ അകത്ത് തുറന്നാൽ എന്തോ ഉണ്ടാകുന്നു? കാണുന്ന ലോകം കാണാത്ത വചനത്താൽ സൃഷ്ടിക്കപ്പെട്ടെങ്കിൽ ഇന്ന് രാവിലെ ഇത് വിശ്വസിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ഭവനങ്ങളിൽ ഇതുവരെ ഇല്ലാത്ത സൃഷ്ടിപ്പുകൾ മടക്കാൻ തുടങ്ങുക. നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ സൃഷ്ടിപ്പ് മടക്കുക. സകല മേഖലകളും ഈ ഭൂമിയെ അവനെ സൃഷ്ടിക്കാമെങ്കിൽ, ഈ ഭൂമിയിലുള്ള സകലവരെയും അവനെ വിളിച്ചു വരുത്താമെങ്കിൽ നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? ഏതൻ തോട്ടത്തിനകത്ത് ജീവവൃക്ഷത്തെ മുളപ്പിക്കാമെങ്കിൽ, നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തെ മുളപ്പിക്കാമെങ്കിൽ, തോട്ടത്തിനകത്ത് സകലവിധ സസ്യങ്ങളെയും മുളപ്പിക്കാമെങ്കിൽ, സകലതിനെയും ഇല്ലായ്മയിൽ നിന്ന് വിളിച്ചു വരുത്താമെങ്കിൽ, ഈ സൗരയൂഥത്തെ ഒറ്റവാക്കിനാൽ വിളിച്ചു വരുത്താമെങ്കിൽ, അവന്റെ വചനമാണ് സകലവിനെ സൃഷ്ടിച്ചുവെങ്കിൽ, പിന്നെ നിന്റെ ജീവിതത്തിൽ ഇന്ന് നീ അനുഭവിക്കുന്ന അവസ്ഥകളെ മാറ്റാനാണോ അവന് ശക്തിയില്ലാത്തത്? എത്ര പേര് രാവിലെ വിശ്വസിക്കും? ഒന്ന് ധ്യാനിച്ച്, ആ ഭാഗം ഒന്ന് ധ്യാനിച്ച്. കാണുന്ന ലോകത്തെ കാണാത്ത വചനമാണ് സൃഷ്ടിച്ചത്. ഇന്ന് ആ വചനം നിനക്ക് വേണ്ടി ആക്റ്റീവാണ്. അവൻ നിന്റെ അകത്തുണ്ട് കേട്ടോ. ശ്രദ്ധിക്കണം കേട്ടോ. ഈ കാണുന്ന ലോകത്തെ സൃഷ്ടിച്ചത് കാണാത്ത വചനമാണ്. ഈ ദൃശ്യമായി നിന്നെ സൃഷ്ടിച്ചത് അദൃശ്യമായ വചനമാണ്. ആ വചനം ഇപ്പോൾ നിങ്ങളുടെ അകത്തുണ്ട്. ആമേൻ. ഹലോ, നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? ആ വചനം നിങ്ങളുടെ അകത്തുണ്ട്. നിങ്ങൾ അധമമായത് ഉപേക്ഷിച്ച് ഉത്തമമായത് പ്രസ്താവിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ ദൈവത്തിന്റെ വാ പോലെയായി മാറാൻ തുടങ്ങും. ഈ ഭൂമിയിൽ നിങ്ങൾ ദൈവത്തിന്റെ വായായി ജീവിക്കാൻ തുടങ്ങും. 1-2 മിനിറ്റ് ഒന്ന് പ്രാർത്ഥിച്ച് എന്നിട്ട് ഞാൻ ആ വാക്യം കൂടെ കാണിച്ചു വരാം. ഈ വെളിപ്പാടിൽ അദൃശ്യമായ ലോകത്തെ സൃഷ്ടിച്ചത് ഈ ദൃശ്യമായ ലോകത്തെ സൃഷ്ടിച്ചത് അദൃശ്യമായ വചനമാണെങ്കിൽ ഇന്ന് പകൽ നമുക്ക് ഒരുമിച്ച് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. അങ്ങനെ ഒരു സൃഷ്ടിപ്പിന്റെ തലം പരിശുദ്ധാത്മാവ് തുറക്കാൻ പോവുകയാണ്. ഒന്ന് മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് നീ ഒന്നിനെ കുറിച്ചും ഭാരപ്പെടരുത്, നീ ഒന്നിലും തളരരുത്. ഒന്ന് മൈക്ക് അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിച്ചോ. വെളിപ്പാടകത്ത് കയറാൻ വേണ്ടി പ്രാർത്ഥിച്ചോ. ഷഖബാന അന്തൽ കടകദന കാണുന്ന ലോകത്തിൽ സംഭവിക്കുന്ന സംഭവങ്ങൾ നിന്നെ തളർത്തുമ്പോൾ ഇന്ന് രാവിലെ നമുക്ക് ഉറപ്പോടെ പറയാം, ഞാൻ തളരാനുള്ളവനല്ല. എനിക്കറിയാം സൃഷ്ടിക്കുന്ന വചനം എന്റെ കൂടെയുണ്ട്.
ഹൈഷസ്കനാദിരാധന വൈഡപ്രൗഢപനഘടകഥന വൈഡപ്രൗഢപനഘടകഥന. പ്രാർത്ഥിച്ചു, അവനങ്ങൾ തുറന്ന് പ്രാർത്ഥിച്ചു, അതിനങ്ങൾ തുറന്ന് എല്ലാ മൈക്ക് വൺമ്യൂട്ട് ചെയ്യുക, അന്യഭാഷ പ്രാർത്ഥിച്ചു. അങ്ങനെ സൃഷ്ടിപ്പുകൾ നടത്തും. നിന്റെ ഭവനത്തിനകത്ത് ഇതുവരെ ഇല്ലാത്തത് ദൈവാത്മാവ് ഉണ്ടാക്കും. ഓ റഭാന വൈഡൽ ഘടകഥന, ഇതുവരെ ഇല്ലാത്തതിന്റെ ഭവനത്തിനകത്ത് ഉണ്ടാകും. ഓ, അത് തലമുറയുടെ മേൽ, അത് ബിസിനസിന്റെ മേൽ, അത് ജോലിപര മേഖല നിന്റെ ജീവിതം തന്നെ മാറും. നീ അവന്റെ ജീവിതം ജീവിക്കാൻ തുടങ്ങും. അത്തുൽഘടകഥന വൈഷപ്രൗഢപന ഹതുരപന ഘടകഥനം. ഞാൻ നിങ്ങളോട് എപ്പോഴും മനസ്സിലായോ എന്ന് ചോദിക്കാൻ ഒരു കാരണം, ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ പല ഉദാഹരണങ്ങൾ വഴി വേണം അത് നിങ്ങളുടെ അകത്തേക്ക് തെളിയിച്ചു തരാൻ. കുറേ അധികം വിഷയങ്ങൾ നിങ്ങളുടെ അകത്തേക്ക് കയറ്റുക എന്ന ലക്ഷ്യമുള്ളത് കൊണ്ട് ഞാൻ പലപ്പോഴും കണ്ടമാനം ഉദാഹരണങ്ങൾ എടുക്കാറില്ല. 2, ഉദാഹരണങ്ങൾ ഉണ്ടാക്കുന്ന എന്താ പറയുക, വായിക്കുന്ന പുസ്തകങ്ങൾ ഞാൻ അധികം വായിക്കാറുമില്ല. ഞാൻ അധികമല്ല വായിക്കാറില്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ മനസ്സിലായോ എന്ന് ചോദിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു പോർഷൻ, അതായത് എബ്രായ ലേഖനം 10:38 മുതൽ 11:3 വരെയുള്ള ഭാഗങ്ങളുടെ കണക്ഷൻ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ നീതിമാൻ എൻ്റെ വിശ്വാസത്താൽ ജീവിക്കും. അവൻ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് റിയൽ ലൈഫിലേക്ക് പ്രവേശിക്കുന്നവനായി മാറും. എന്നിട്ട് പറയാണ്, വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പാണ്, ഹോപ്പ് ചെയ്യുന്നതിൻ്റെ ഉറപ്പാണ്, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. അപ്പം എന്താ ഹോപ്പ് ചെയ്യുന്നത്? ഞാൻ എൻ്റെ ദൈവത്താൽ എൻ്റെ നീതിമാൻ, ഞാൻ നീതിമാനായി ഞാൻ അവൻ്റെ വിശ്വാസത്താൽ ജീവിക്കും. 2, ഞാൻ അവൻ്റെ ജീവിതം ജീവിക്കും. ഇതാണ് ആദ്യ പാർട്ട്. എന്നിട്ട് ഇവിടെ പൗലോസ് പറയുന്നു, അത് നടക്കുന്നത് ഈ കാണുന്ന ദൃശ്യമായ ലോകം അദൃശ്യമായ വചനത്താൽ സൃഷ്ടിക്കപ്പെട്ടതുപോലെ നിങ്ങൾ വിശ്വസിച്ചാൽ ഈ ജീവിതം നിങ്ങൾക്ക് ഇവിടെ ജീവിക്കാം. എന്നിട്ട് ഈ ദൃശ്യമായ ലോകത്തിൽ വിശ്വാസത്താൽ ചലനമുണ്ടാക്കിയ ഒരു കൂട്ടം ആളുകളെ 11-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് രംഗത്ത് നിർത്തുകയാണ്. ഇതേ വചനം, ഈ വചനത്താലാണ് ഇവിടെ സകലതും ഉണ്ടായത്. ഈ വചനം വെളിപ്പെട്ടു വന്നത് ദൈവത്തിന്റെ വായിൽ നിന്നാണ്. ദൈവത്തിന്റെ വായിൽ നിന്നാണ് ഈ വചനം പുറപ്പെട്ടത്. ആ വചനം കൽപ്പിച്ചപ്പോഴാണ് ഈ കാണുന്നത് മുഴുവൻ ഉണ്ടായത്. ഇനി ഒരാൾ സ്ഫുടമായിട്ട് വായിക്കാവുന്നയാൾ, മലയാളത്തിൽ ഇച്ചിരി കുഴഞ്ഞ വാക്കുകളൊക്കെ ഉണ്ട്, ഒന്ന് വായിച്ച് മലയാളത്തിൽ ഈ വാക്യം ഒന്ന് വായിച്ച്. യിരെമ്യാവിന്റെ പുസ്തകം 15:19 ഒന്ന് വേഗത്തിൽ വായിക്കണേ, സമയം ഓടിപ്പോകുന്നു. 15:19 ഒന്ന് വായിച്ച്. അതുകൊണ്ട് യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നീ മടങ്ങി വന്നാൽ ഞാൻ നിന്നെ എന്റെ മുൻപാകെ നിൽപ്പാൻ തക്കവണ്ണം വീണ്ടും കൈക്കൊള്ളും. അടുത്തത്, നീ അധമമായത് ഒഴിച്ച് ഉത്തമമായത് പ്രസ്താവിച്ചാൽ നീ എന്റെ വായ് പോലെയാകും. അവർ നിന്റെ പക്ഷം തിരിയും, നീ അവരുടെ പക്ഷം തിരികെയില്ല. അപ്പൊ നീ ഇവിടെ വായിച്ചു, നീ അധമമായത്, നീ മടങ്ങി വന്നാൽ ഞാൻ നിന്നെ കൈക്കൊള്ളും. നീ അധമമായത് ഉപേക്ഷിച്ച്
ഉത്തമമായത് പ്രസ്താവിച്ചാൽ ഞാൻ നിന്നെ എൻ്റെ വായ് പോലെയാക്കും. ഇരമ്യാവോട് പറയുകയാണ്, ഇരമ്യാവേ, എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്നത് എൻ്റെ വചനമാണ്. അപ്പൊ എൻ്റെ വചനം പുറപ്പെട്ട എൻ്റെ വാ ആ വചനത്താലാണ് ഈ കാണുന്നത് മുഴുവൻ ദൈവം സൃഷ്ടിച്ചത്. ആ സൃഷ്ടിക്കപ്പെട്ടപ്പോൾ ഇത് മുഴുവൻ ഒരു ഓർഡറിലാണ് നടക്കുന്നത്. സൗരയൂഥവിടെ ചലിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസം കർത്താവ് വഴിപറ്റാതിരിക്കാൻ വേണ്ടി അവരെ തിരിച്ചുവിടുന്നില്ല. ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ് ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ആയുസ്സിൽ ഇതുവരെ കൂട്ടിമുട്ടാതെ ഗ്രഹങ്ങൾ നൂറ്റാണ്ടുകളായി ഭ്രമണപഥത്തിലൂടെ സഞ്ചരിക്കാൻ കാരണം സൃഷ്ടിച്ചവൻ ഇതിനൊരു ഓർഡറിൽ സൃഷ്ടിച്ചു. ആ സൃഷ്ടിപ്പിനുള്ള വാക്കുകൾ പുറപ്പെട്ടത് അവന്റെ വായിലാണ്. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? ഇരമ്യാവോട് ദൈവം പറയാ, ഉത്തമമായത് നീ അധമമായത് ഉപേക്ഷിച്ച് ഉത്തമമായത് പ്രസ്താവിച്ചാൽ നീ നിന്റെ വായല്ല, നിന്റെ വായ എന്റെ വാ പോലെ ആകുന്നല്ല, നീ എന്റെ വാ പോലെ ആകും. എന്റെ വാ നിന്റെ വാ എന്റെ വായാകൂന്നല്ല. നീ എന്ന് പറയുന്ന 6 അടി വലിപ്പമുള്ള ഇരമ്യാവേ, ഞാൻ കൂട്ടിച്ചേർത്താണ് കേട്ടോ, 6 അടി വലിപ്പമുള്ള മണ്ണിൽ നിന്നെടുത്ത ഇരമ്യാവേ, ഞാൻ ബാലനാണ്, എനിക്കൊന്നിനും കഴിവില്ലെന്ന് പറയുന്ന ഇരമ്യാവേ, എന്നെ ഒന്നിനും കൊള്ളുകയെന്ന് പറയുന്ന ഇരമ്യാവേ, നീ അധമമായത് ഉപേക്ഷിച്ച് ഉത്തമമായത് പ്രസ്താവിച്ചാൽ ഞാൻ നിന്നെ എൻ്റെ വായ പോലെയാക്കും. വായ പോലെയാക്കും. ഹലോ, എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? വിശ്വസിക്കാൻ പറ്റുമോ? ഇത് എല്ലാ തിരുവെഴുത്തും ദൈവനിശ്വാസ്യമാണ്. ഇന്ന് രാവിലെ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ 59 പേരെയും ദൈവം 5 പേരോ എത്രയോ ആവട്ടെ, ഇത്രയും വ്യക്തികളെയും ദൈവം ദൈവത്തിന്റെ വായാക്കി മാറ്റാൻ പോവുകയാണ്. അപ്പൊ അതിന് ഇരമ്യാവിനെ വായാക്കി മാറ്റാൻ ഒരു കാരണമുണ്ട്. വായാക്കി മാറ്റാൻ കാരണം ഇവൻ ദൈവത്തിന്റെ വചനം കണ്ടെത്തി ഭക്ഷിച്ചവനായിരുന്നു. 1-ാം വാക്യോടെ ചേർത്ത് വായിച്ച് 16-ാം വാക്യം, ഞാൻ നിന്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു, നിന്റെ വചനങ്ങൾ എനിക്ക് സന്തോഷവും എൻ്റെ ഹൃദയത്തിന് ആനന്ദവുമായി. സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, നിന്റെ നാമം എനിക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നുവല്ലോ. കണ്ടോ? അപ്പൊ ഒരു കാലഘട്ടം ഇരമ്യാവ് ദൈവത്തിന്റെ വചനം കണ്ടെത്തി ഭക്ഷിച്ചു. ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അതാണ്. രാവിലെയും വൈകിട്ടും ഉച്ചയ്ക്കും എപ്പോഴും നമ്മൾ ദൈവത്തിന്റെ വചനം കണ്ടെത്തി ഭക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഭക്ഷിക്കുമ്പോൾ ചിലർക്ക് ആനന്ദമുണ്ടാകുന്നു, ചിലർക്ക് സന്തോഷമുണ്ടാകുന്നു. അതുകൊണ്ടല്ലേ നിങ്ങൾ വെളുപ്പിന് 3 മണിക്ക് UAE നിന്നും വെളുപ്പിന് 1 മണിക്ക് UK നിന്നൊക്കെ കയറി ഇതിനകത്ത് ഇരിക്കാൻ കാരണം എന്താണ്? ഈ വചനം കണ്ടെത്തി ഭക്ഷിക്കുമ്പോൾ നിങ്ങൾക്ക് ആനന്ദമുണ്ടാകുന്നു. ഈ വചനം കണ്ടെത്തി ഭക്ഷിക്കുമ്പോൾ ഇന്നുണ്ടാകുന്നത് ആനന്ദമാണെങ്കിൽ അല്പം കഴിയുമ്പോൾ അവന്റെ വചനം പുറപ്പെട്ട് അവന്റെ വായ പോലെ മിന്നിയാക്കി മാറ്റും. നീ അവന്റെ വായായി മാറും. വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഇനി അടുത്ത ഭാഗം പറയണമെങ്കിൽ ഒരു 2-3 മിനിറ്റ് അന്യഭാഷ പറഞ്ഞു, 2-3 മിനിറ്റ് അതെന്ന് പറഞ്ഞാൽ എന്നെ അവന്റെ വായാക്കി മാറ്റാൻ പോവുകയാണ്. ഞാൻ ദൈവത്തിന്റെ വായായി മാറാൻ പോവുകയാണ്. ഇന്ത്യയിൽ ദൈവത്തിന്റെ വാ നിങ്ങളാണ്. വൈദേശിക രാജ്യങ്ങളിൽ ദൈവത്തിന്റെ വാ നിങ്ങളാണ്. നിങ്ങൾ ഇപ്പോൾ വചനം കണ്ടെത്തി ഭക്ഷിക്കുന്നത് വചനം തലയ്ക്കകത്ത് അറിവായി കയറ്റാനല്ല. ഈ തലമുറയിൽ ദൈവത്തിന് നിന്നെ ദൈവത്തിന്റെ വായായി വേണം കേട്ടോ. Glory to Lord, glory to God, glory to God, glory to God. ഈ 55 പേരെയും പരിശുദ്ധാത്മാവേ നിന്റെ വായായി നീ ഉപയോഗിക്കണമേ, നിന്റെ വായായി നീ ഉപയോഗിക്കണമേ. ഇല്ലാത്തതിനെ സൃഷ്ടിക്കുവാൻ, അധികാരങ്ങൾ തുറക്കുവാൻ, അവകാശങ്ങൾ പ്രഖ്യാപിക്കുവാൻ, നിഗളിച്ചവനെ വെട്ടി താഴെയിടുവാൻ, ദൈവിക ഓർഡറുകൾ കൊണ്ടുവരേണ്ടതിന്, ദൈവ മഹത്വം കൊണ്ടുവരേണ്ടതിന്, ഇല്ലാത്തതിനെ മുളപ്പിക്കേണ്ടവന്, ഇല്ലാത്തതിനെ ഉളവാക്കേണ്ടവന്, അതത് സ്ഥലങ്ങളിൽ ഉണ്ടാകേണ്ടവന്, സൃഷ്ടിച്ചു നിർത്തേണ്ടവന്. നിന്റെ വാ പ്രഖ്യാപിച്ചപ്പോൾ അതത് തലങ്ങളിൽ ചലനം നടന്നെങ്കിൽ ഇന്ന് രാവിലെ ഞങ്ങൾ ഒരുമിച്ച് പ്രഖ്യാപിക്കുന്നു, ഞങ്ങളെ അങ്ങയുടെ വായാക്കി മാറ്റണമേ, ഞങ്ങളെ അങ്ങയുടെ വായാക്കി മാറ്റണമേ. ഈ ജനത്തെ അങ്ങയുടെ വായാക്കി. നിങ്ങൾ അവന്റെ വായാണ്, നിങ്ങൾ അവന്റെ വായാകാൻ ഉള്ളവരാണ്. ഈ ദൈവം എന്നെ അവന്റെ വായാക്കി മാറ്റുന്നു. ഈ ദൈവം എന്നെ അവന്റെ വായാക്കി മാറ്റുന്നു. അതിൽ നിന്ന് എന്നെ ആര് തടുക്കും? അതിൽ നിന്ന് എന്നെ ആര് തടുക്കും? അതിൽ നിന്ന് എന്തെന്നെ തടുക്കും? ഒന്നിനും എന്നെ തടുക്കാൻ കഴിയില്ല.
റാംദൽഖാന വൈഡവാനവ ഹത്തുരാധനാരക പ്രൗഢവനഘടകദനം ഹംദൽഘടകദന വൈഷപ്രൗഢവനഘടകദന. ഇന്ന് രാവിലെ നിങ്ങളുടെ അകത്ത് പ്രകാശനമാകുന്നുണ്ടോ? ഇന്ന് രാവിലെ നിങ്ങളുടെ അകത്ത് പ്രകാശനമാകുന്നുണ്ടോ? ഞാൻ ദൈവത്തിന്റെ വായായി മാറാനുള്ളവനാണ്. യിരെമ്യാവിന് വേണ്ടി മാത്രമല്ല ദൈവാത്മാവ് പറഞ്ഞിരിക്കുന്നത്. ദൈവാത്മാവ് അതിന്ന് രാവിലെ ഈ വചനം നിനക്ക് വേണമെങ്കിൽ എടുക്കാൻ കേട്ടോ. ഇത് നിന്റെ പിതൃസ്വത്താണ് കേട്ടോ. ഇത് നിനക്ക് അവകാശമാക്കാൻ കേട്ടോ. റാംദല ജപത്തിനി വൈഡ പ്രൗഢവന ഹത്തൽ കടകതന്. നീ തളരണ്ട, നീ തകരണ്ട. ഏത് കാരാഗ്രഹത്തിൽ കിടന്നാലോ, ഏത് കുണ്ടറക്കകത്തേക്ക് പിന്നെ വലിച്ചെറിഞ്ഞാലോ, ഏത് പൊട്ടക്കുഴിക്കകത്തേക്ക് പിന്നെ വലിച്ചെറിഞ്ഞാലോ, നിന്നെ ഞാൻ എന്റെ വായായി ഉപയോഗിക്കും. നിന്നെ ഞാൻ എന്റെ വായായി ഉപയോഗിക്കും. നിങ്ങളെ ദൈവം ദൈവത്തിന്റെ വായായിട്ട് ഉപയോഗിക്കും. ദൈവം നിങ്ങളെ ദൈവത്തിന്റെ വായായിട്ട് ഉപയോഗിക്കും. ഞാൻ ഇന്നലെ പകലാണോ രാത്രിയാണോ ഞാൻ പറഞ്ഞിരുന്നു, പ്രത്യേക പല പ്രശ്നങ്ങളുള്ള ഒരു വീട്ടിലേക്ക് കഴിഞ്ഞ ചില ദിവസങ്ങൾക്കുള്ളിൽ, ഏതാണെന്ന് ഞാൻ കൃത്യമായിട്ട് പറയാത്തതാണ്, പോകാനൊരു കൃപ കർത്താവ് തന്നു. ആ വചനം, ആ കുടുംബം വലിയ പ്രശ്നത്തിൽ കൂടെ പോകുന്നു. രാത്രികളിൽ പല ശബ്ദങ്ങളുണ്ടാകുന്നു. ആ വ്യക്തികൾ ഭയക്കപ്പെടുന്നു. 2 ദുർമരണങ്ങൾ നടന്നിരിക്കുന്നു. ആ ഭവനത്തിനകത്ത് പോകാനും അല്പനേരം പ്രാർത്ഥിക്കാനും കർത്താവ് കൃപ തന്നു. ഇന്നലെ രാവിലെ ഞാൻ ആ വീട്ടിലേക്ക് വിളിച്ച് ചോദിച്ചിരുന്നു. ആ ഒരു ഭയം ആ വീട്ടിൽ നിന്ന് മാറിപ്പോയി. ആ പ്രശ്നം വീട്ടിൽ നിന്ന് മാറിപ്പോയി. ഇപ്പോഴും കേട്ട് രാവിലെ എന്തോ ഒരു സൗണ്ട് കേട്ടെന്ന് പറഞ്ഞു. അങ്ങനെ അതവരെ ബാധിക്കാത്ത നിലയിൽ ആ ഭവനം കണ്ടു. ഏതൊരു ഭവനത്തിൻ്റെ മരണത്തിൻ്റെ തേർവാഴ്ചകളെയും അന്ധകാരത്തിൻ്റെ അതൊക്കെ ഭയങ്കര ശാപം, ഭയങ്കര പിന്തുടർച്ച, ഭയങ്കര കെട്ടുള്ള കുടുംബം, ആ കെട്ടിനെയൊക്കെ തമ്പുരാൻ പൊട്ടിക്കാത്ത ഒന്നുമില്ല കേട്ടോ. നമ്മുടെ അകത്തുണ്ടാകുന്ന വിശ്വാസമാണ് അവന് കാരണം. ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ പോവാണ്. ഈ വാക്യത്തിനകത്ത് നിങ്ങൾ ആ വാക്യം ശ്രദ്ധിച്ചതെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. ഒരാൾ വേഗത്തിലൊന്ന് വായിച്ച്. അതുകൊണ്ട് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു. നീ മടങ്ങി വന്നാൽ ഞാൻ നിന്നെ എന്റെ മുൻപാകെ നിൽപ്പാൻ തക്കവണ്ണം. നീ എന്ത് ചെയ്യണം? നീനു പറ. നീ എന്ത് ചെയ്യണം? മടങ്ങി വന്നാൽ. അപ്പൊ പുള്ളി എന്ത് ചെയ്യുന്ന ആളാണ്? നമ്മൾ നേരത്തെ കണ്ടു. വചനം എന്ത് ചെയ്യുന്ന ആളാണ്? വചനം കണ്ടെത്തി ഭക്ഷിക്കുന്ന ആളാണ്. വചനം ഭയങ്കര സന്തോഷമാണ്, ഹൃദയത്തിന് ഭയങ്കര ആനന്ദമാണ്. സൈന്യങ്ങളുടെ യഹോവ എന്ന നാമം വിളിക്കപ്പെട്ടിരിക്കുന്നല്ലോ. അതൊക്കെ ഭയങ്കര അടിപൊളിയാണ് പുള്ളി. പക്ഷെ തമ്പുരാൻ പറഞ്ഞ പുള്ളി പോലെ നീ എന്ത് ചെയ്യണം? പറ. ഇത് രണ്ടും കൂടെ കൂട്ടിച്ചേർത്ത് പറ. നീ എന്റെ വചനം കണ്ടെത്തുന്നത് നിനക്ക് ഭയങ്കര ആനന്ദമുണ്ട്, ഭയങ്കര സന്തോഷമുണ്ട്. പക്ഷെ നീ എന്ത് ചെയ്യണം? അതൊന്ന് പറയുന്നേ, ഒന്ന് ആ വൈകൊക്കെ അൺമ്യൂട്ട് പറ. നീ വചനമൊക്കെ ഭക്ഷിക്കുന്നുണ്ട്, വചനം കേൾക്കുമ്പോൾ നിനക്ക് ഭയങ്കര സന്തോഷം ആനന്ദമൊക്കെ ഉണ്ട്. പക്ഷെ നീ മടങ്ങി വരണം. ഹലോ, ആരും ലീവ് ആവരുത് കേട്ടോ. വചനം കണ്ടെത്തി ഭക്ഷിക്കുന്നുണ്ട്, ഭയങ്കര സന്തോഷം ആനന്ദമൊക്കെ ഉണ്ട്. പക്ഷെ നീ എന്ത് ചെയ്യണം? എന്താ ഒരു വിഷമമുണ്ടല്ലേ പറയാനായിട്ട്? നീ എന്ത് ചെയ്യണം? പറഞ്ഞേ. നീ ധൈര്യമായിട്ട് പറഞ്ഞോ. നീ എന്ത് ചെയ്യണം? മടങ്ങി വരണം. നീ എന്ത് ചെയ്യണം? പറഞ്ഞേ, ഉറച്ചു പറഞ്ഞേ. അപ്പൊ എവിടെയാണ് മടങ്ങി വരേണ്ടത്? എവിടെയാണ് മടങ്ങി വരേണ്ടത്? എന്താ പുള്ളിക്കുണ്ടായ പ്രശ്നം? പ്രശ്നം എന്താന്ന് ചോദിച്ചാൽ, ഈ പുള്ളിയുടെ 1-2 കാര്യങ്ങൾ കേട്ടോ. പുള്ളി വചനമൊക്കെ കേട്ട് സന്തോഷം ഉണ്ടായപ്പോൾ പുള്ളി കളിക്കാരുടെ കൂട്ടത്തിലിരുന്ന് ഉല്ലസിച്ചിട്ടില്ല. അപ്പൊ പുള്ളി കളിക്കാരുടെ കൂട്ടത്തിൽ പോയി ഇരിക്കുന്നില്ല. പക്ഷേ 17 വാക്യം നിങ്ങൾ ശ്രദ്ധിച്ച് വായിച്ച, കളിക്കാരുടെ കൂട്ടത്തിൽ ഞാൻ ഇരുന്ന് ഉല്ലസിച്ചിട്ടില്ല. അടുത്ത വാക്കെന്ന് പറഞ്ഞേ. നീ എന്നെ നീരസം കൊണ്ട് നിറച്ചിരിക്കയാൽ നിന്റെ കൈ നിമിത്തം ഞാൻ തനിച്ചിരിക്കും. അപ്പൊ പുള്ളി വചനമൊക്കെ ഭക്ഷിക്കുന്നുണ്ടെങ്കിലും ഈ വചനം ഭക്ഷിച്ചപ്പോൾ പുള്ളി ആരെ കൂടെ പോയി ഇരിക്കണ്ടായി? നീ ഉറച്ചു പറഞ്ഞോ. ആരോടെ പോയി ഇരിക്കുന്നില്ല? കളിക്കാരുടെ കൂട്ടത്തിൽ ഇരിക്കുന്നില്ല. അപ്പൊ കളിക്കാരുടെ കൂട്ടത്തിൽ ഇരിക്കാതെ പുള്ളി കളിക്കുന്നവരെ കാണുമ്പോ പുള്ളിയുടെ അകത്ത് എന്ത് വരിക? പറയുന്നേ. ഒന്ന് ഓടി ഓൺ ചെയ്ത് പറഞ്ഞോ. അപ്പൊ വചനം കേട്ടപ്പോ താൻ ഒരു സ്പെഷ്യൽ ആണെന്ന് മനസ്സിലായി. ഇപ്പൊ പുള്ളി ആരെ കൂട്ടത്തിൽ പോയി ഇരിക്കുന്നില്ല? അപ്പൊ പുള്ളിയുടെ അകത്ത് കളിക്കാരുടെ കൂട്ടത്തിൽ ഇരിക്കാതെ വന്നപ്പോൾ നീ എന്നെ നീരസം കൊണ്ട് നിറച്ചിരിക്കൽ, നിന്റെ കൈ നിമിത്തം ഞാൻ തനിച്ചിരുന്നു. അപ്പൊ പുള്ളി പോയി ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്. വചനമൊക്കെ കണ്ടെത്തി ഭക്ഷിച്ച് ഭയങ്കര സന്തോഷമൊക്കെ ആയി. പക്ഷെ കൂട്ടുകാർ പോയി കളിക്കുന്നത് കാണുമ്പോൾ പുള്ളിയുടെ അകത്ത് എന്ത് വരിക?
രാവിലത്തെ വൈകിട്ട് സൂ മീറ്റിംഗ് കഴിഞ്ഞ് ജോലി സ്ഥലത്ത് പോകുമ്പോൾ വീട്ടിലിരിക്കുമ്പോൾ വർത്തമാനം പറയുമ്പോൾ അകത്ത് നീരസം വരുന്നുണ്ടോ? മറുപടി പറയണ്ട, അതിൽ നിശബ്ദത വന്നതിനായ സ്തോത്രം. അപ്പം പുള്ളി പറയുകയാണ് എൻ്റെ അകത്ത് നീരസം വരുന്നു. നാടൻ ഭാഷ പറഞ്ഞാൽ, തൃശ്ശൂർ ഭാഷ പറഞ്ഞാൽ ചൊറിച്ചിൽ വരുന്നു. എപ്പോ? കളിക്കാർ കളിക്കുന്ന കാണുമ്പം. ഞാൻ ദൈവസഭയ്ക്കകത്ത് പല തലത്ത് കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞാൻ ശ്രദ്ധിച്ചുള്ളൊരു കാര്യം, ഈ ആഭരണം ഊരിയ പല ആൾക്കാർക്കും ആഭരണം ഇട്ടവരെ കാണുമ്പോൾ ഒരു ചൊറിച്ചിൽ വരാറുണ്ട്. നിങ്ങൾക്കാർക്കും ഇല്ല കേട്ടോ, ഉള്ള ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞതാണ്. നന്നായി പ്രയോജനപ്പെടുന്നവരെ കാണുമ്പോൾ പ്രയോജനപ്പെടാത്തവർക്ക് ഒരു ചൊറിച്ചിൽ വരാറുണ്ട്. വളരുന്ന സഭകളെ കാണുമ്പോൾ വളരാത്ത ശുശ്രൂഷകന്മാർക്ക് ഒരു ചൊറിച്ചിൽ വരാറുണ്ട്. അവരായിരിക്കുന്ന സ്ഥലത്തു നിന്ന് പുറത്തു പോകാത്തവർക്ക് പുറത്തു പോകുന്നവരെ കാണുമ്പോൾ ചൊറിച്ചിൽ വരാറുണ്ട്. എവിടെയെങ്കിലും നിന്റെ അകത്ത് നിന്നിലൊരു കാര്യമില്ലാത്തതിനാൽ നീരസം വരുന്നുണ്ടെങ്കിൽ ഇന്ന് രാവിലെ ദൈവത്തിന് പറയാനുള്ളത്, എൻ്റെ പൊന്നുമോനെ, നീ മടങ്ങി വന്നാൽ ഞാൻ നിന്നെ എൻ്റെ വായ പോലെ ആക്കാം. നീ വചനം കണ്ടെത്തുന്നുണ്ട്, ഭക്ഷിക്കുന്നുണ്ട്, പക്ഷെ മറ്റുള്ളവർക്കില്ലാത്ത ഏതെങ്കിലും ഒരു കാരണം, നീ ചെയ്ത ഏതെങ്കിലും കാരണം മറ്റുള്ളവർ അതിൽ മറുഭാഗത്ത് ആസ്വദിക്കുമ്പോൾ നിന്റെ അകത്തൊരു പ്രശ്നം വരുന്നുണ്ടെങ്കിൽ നീ മടങ്ങി വന്നേ മതിയാകിയുള്ളൂ. അടുത്തൊരു വാക്യോട് വായിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അടുത്ത വാക്യോട് വായിച്ച്, 18 വാക്യോട് വായിച്ച്. എന്റെ വേദന നിരന്തരവും എന്റെ വേദന നിരന്തരവും. അപ്പൊ പുള്ളിക്കാരുടെ വേദന ഇപ്പൊ എന്താ? മറ്റുള്ളവരുടെ ആസ്വാദനം എനിക്ക് ആസ്വദിക്കാൻ പറ്റാത്തതാണ് ഇപ്പോഴത്തെ എന്റെ വേദന. ഇവിടെ യെരമ്യാ പറയാണ് എന്റെ വേദന നിരന്തരവും. അടുത്തത് എന്റെ മുറിവ് പൊറുക്കാതെ വണ്ണം വിഷമമായിരിക്കുന്നത് എന്ത്? അടുത്ത വാക്ക് വായിക്ക്. നീ എനിക്ക് ചതിക്കുന്ന തോടും എന്തുവാ നീ എനിക്ക്. അപ്പൊ പുള്ളി പറയുന്നത് എന്താ? ദൈവം ഇപ്പൊ ആരാണ്? അങ്ങനെ തെളിച്ചു പറ. ദൈവമേ, നീ മഹാ ചതിയനാണ്. സ്വന്തം കർത്താവേ, നീ എനിക്ക് ആരാ? ഓ, നിങ്ങൾക്കിത് മനസ്സിലാകുന്നില്ല. നീ എനിക്ക് ആരാ? നീ എനിക്ക് ചതിക്കുന്ന തോടാണ്. നീ എനിക്ക് വറ്റിപ്പോകുന്ന വെള്ളം പോലെയാണ്. ഈ ചതിക്കുന്ന തോടിന്റെ പ്രത്യേകത എന്താ? ഈ തോട്ടിലെ വെള്ളം കണ്ട് കൃഷിക്കാരൻ കൃഷി ഇറക്കിയിട്ട് വെള്ളം ആവശ്യം വരുന്ന സമയം വരുമ്പോൾ ഈ തോടങ്ങ് വറ്റിപ്പോകും. അപ്പൊ യെരമ്യാ പറയുകയാണ്, നീ എനിക്ക് എന്താ? ഒന്ന് പറഞ്ഞോ, വാക്യൊന്ന് പറഞ്ഞേ. നീ എനിക്ക് ആര് പോലെയാ? അപ്പം വചനം അങ്ങ് കേട്ട് ഹൃദയം അങ്ങ് കത്തി സന്തോഷിക്കുന്ന മനുഷ്യൻ വിഷയങ്ങളുമായി കണക്റ്റഡ് ആകുമ്പോൾ അവന്റെ അകത്ത് അറിയാതെ കിടക്കുകയാണ്, എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു ഉയർച്ച തന്നിട്ടില്ല. ഞാൻ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ കിടന്ന് ഇങ്ങനെ വേദനയും മുറിവും നിമിത്തം ഞാൻ ഇങ്ങനെ തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഉള്ളു മൊത്തം നീരസം കൊണ്ട് നിറയുകയാണ്. ദൈവമേ, നീ ചതിക്കുന്ന തോടും വറ്റിപ്പോകുന്ന വെള്ളം പോലെ ആയിരിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ തമ്പുരാൻ പറയുകയാണ്, പൊന്നുമോനെ, നീ മടങ്ങി വന്നാൽ ഞാൻ നിന്നെ എൻ്റെ മുമ്പാകെ നിൽപ്പാൻ തക്കവണ്ണം വീണ്ടും കൈക്കൊള്ളും. അപ്പോൾ എന്തിനാണ്, എവിടെയാണ് യെരമ്യാവ് മടങ്ങി വരേണ്ടത്? പറ. യിരെമ്യാവ് എവിടെയാണ് മടങ്ങി വരേണ്ടത്? വചനം കണ്ടെത്തി ഭക്ഷിക്കുന്നുണ്ടെങ്കിലും ജീവിത സാഹചര്യങ്ങളെ ഫേസ് ചെയ്യുമ്പോൾ ഇവന്റെ അകത്ത് ദൈവാത്മാവ് അവനിൽ പ്രവർത്തിക്കാത്തതിനാൽ, അവന്റെ കുടുംബത്തിൽ പ്രവർത്തിക്കാത്തതിനാൽ, അവനക്കായിരിക്കുന്ന അവസ്ഥകളിൽ പ്രവർത്തിക്കാത്തതിനാൽ അകത്തുള്ള നീരസത്തിൽ നിന്ന് ദൈവത്തെക്കുറിച്ചുള്ള അഭിപ്രായത്തിൽ നിന്ന് യിരെമ്യാവേ, നീ മടങ്ങി വന്നാൽ ഞാൻ നിന്നെ എൻ്റെ വാ പോലെ ആക്കുന്നവനാണ്. എൻ്റെ വാ പോലെ ആക്കുന്നവനാണ്. ഇന്ന് രാവിലെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ ഭർത്താവിൽ നിന്ന്, ഭാര്യയിൽ നിന്ന്, മക്കളിൽ നിന്ന്, മാതാപിതാക്കളിൽ നിന്ന്, ജോലി സ്ഥലത്ത് നിന്ന്, നിങ്ങളുടെ സഭാജീവിതത്തിൽ നിന്ന്, കൂട്ടു ശുശ്രൂഷകന്മാരിൽ നിന്ന് നിങ്ങളുടെ ഹൃദയത്തെ നീരസപ്പെടുത്തുന്ന, നിങ്ങളെ മുറിപ്പിക്കുന്ന അനുഭവങ്ങൾ വെളിപ്പെടുമ്പോൾ, നിങ്ങൾ വിചാരിക്കാത്ത കാര്യങ്ങൾ ചുറ്റും വെളിപ്പെട്ടു വരുമ്പോൾ, അവരിൽ വെളിപ്പെടുമ്പോൾ നിന്റെ അകത്ത് നീരസം വരുന്നുണ്ടെങ്കിൽ മറുഭാഗം ദൈവം നിന്നെ എന്നും ഉയർത്താതെ, നിന്നെ സഹായിക്കാതെ ഒരു ചതിക്കുന്ന ദൈവം എൻ്റെ കുടുംബത്തിൽ മാത്രം എന്താ? അത് തന്നെയാ വാക്യം. എന്താ എൻ്റെ തലമുറയ്ക്ക് മാത്രം ഇങ്ങനെ? എന്താ എൻ്റെ കുടുംബത്തിൽ മാത്രം എങ്ങനെ? ദൈവത്തെ ആക്ഷേപിക്കുന്ന, ദൈവത്തെ ചോദ്യം ചെയ്യുന്ന, വിശ്വാസ ജീവിതത്തെ ചോദ്യം ചെയ്യുന്ന ഒരു വാക്ക് പോലും നിങ്ങളുടെ വായിൽ നിന്ന് വരുവാൻ അനുവദിക്കാതെ വേണം നമുക്ക് മടങ്ങി വരാം. എൻ്റെ ദൈവം ചതിക്കുന്ന തോട് പോലെയല്ല. എൻ്റെ ദൈവം വിശ്വസ്തനാണ്. എൻ്റെ ദൈവം വിശുദ്ധനാണ്. എൻ്റെ ദൈവം ഹോളിയാണ്. എൻ്റെ ദൈവം സ്നേഹമാണ്. അവൻ എന്നെ നടത്തുന്നവനാണ്. ദൈവത്തെ കുറിച്ചുള്ള 1-2 പദപ്രയോഗങ്ങൾ നിങ്ങളുടെ അകത്ത്
പുറത്തു വരുന്നത്. മൈക്കിൾ അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞ് ദൈവത്തെക്കുറിച്ച് ഒന്ന് പ്രകീർത്തിച്ച്, ദൈവത്തെക്കുറിച്ച് മഹത്വവാനായ ദൈവത്തെക്കുറിച്ച് പറയാവുന്നതൊക്കെ ഒന്ന് പറഞ്ഞ്. ഓ റാബാന ഘടകഥന അൽക്കഥന ഘടകഥന. നിങ്ങളുടെ കുടുംബത്തിലേക്ക് നോക്കിയല്ല, അവനിലേക്ക് നോക്കി പറ. പലപ്പോഴും നാം അനുഭവങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പലപ്പോഴും നാം അനുഭവങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്റെ ദൈവം ജായിരയാണ്, യഹോവ കരുതുന്നവനാണ്, യഹോവ പരിപാലിക്കുന്നവനാണ്, യഹോവ സൗഖ്യമാക്കുന്നവനാണ്. നിങ്ങൾ എല്ലാവരും പറയുന്നുണ്ടോ എന്ന് ഞാൻ കേൾക്കുന്നില്ല. പക്ഷെ നിങ്ങൾ പറയണം. നിങ്ങളുടെ ഭവനം അത് കേൾക്കണം, നിങ്ങളുടെ ഭവനത്തിന്റെ അന്തരീക്ഷം അത് കേൾക്കണം, നിങ്ങളുടെ ചുറ്റുപാടുകൾ അത് കേൾക്കണം. ദൈവം നിന്നെ ദൈവത്തിന്റെ വായാക്കി മാറ്റാൻ പോവുകയാണ്. ഇല്ലെന്നേ കണ്ടമാനം രോഗം നിങ്ങളുടെ ഭവനത്തിൽ വ്യക്തികൾക്കുണ്ടാകാം. ഇന്ന് രാവിലെ പറ, യഹോവ റാഫയാണ്. പലതിന്റെ നടുവിൽ നീ തോറ്റുകിടക്കുകയായിരിക്കാം. ഇന്ന് രാവിലെ നീ പറ, എന്റെ യഹോവ നിസിയാണ്. ഷാദന. എന്താ എനിക്ക് മാത്രം ഇങ്ങനെ പരാജയം അന്നേ നല്ല പറയേണ്ടത്? എന്റെ ദൈവം ജയത്തിന്റെ കൊടിയാണ്, എന്റെ ദൈവം റാഫയാണ്, എന്റെ ദൈവം സമാധാനമാണ്. റാബാന രഗത്തുനാമന. ദൈവത്തെ ഉയർത്തുന്ന വാക്കുകളൊന്ന് പറഞ്ഞ്, ദൈവത്തെ ഉയർത്തുന്ന വാക്കുകളൊന്ന് പറഞ്ഞ്. പരാതികളെല്ലാം പൊളിഞ്ഞു മാറട്ടെ, അവിശ്വാസങ്ങൾ മുഴുവൻ പൊളിഞ്ഞു മാറട്ടെ, നീരസങ്ങൾ മുഴുവൻ പൊളിഞ്ഞു മാറട്ടെ, അകത്തൊരു സമാധാനം ഉണ്ടാകട്ടെ. ഇത് തിരിഞ്ഞാൽ, ഈ വെളിപ്പാട് നിന്റെ അകത്ത് കയറിയാൽ, ഈ ബോധ്യം നിന്റെ അകത്ത് വന്നാൽ, ഇന്ന് രാവിലെ ദൈവം നിന്നെ ദൈവത്തിന്റെ വായാക്കി അടുത്ത ഒരു പ്രൊമോഷനിലേക്ക് കൊണ്ടുപോവുകയാണ്. അടുത്തൊരു അപ്ഡേഷൻ സംഭവിക്കുന്നു, അടുത്ത ഒരു അപ്ഡേഷൻ സംഭവിക്കുന്നു. ഇന്നു മുതൽ നീ നീരസം കൊണ്ട് നിറയപ്പെട്ടവനല്ല, ഇന്നു മുതൽ നീ തനിച്ച് ഒറ്റയ്ക്കിരിക്കുന്നവനല്ല, ഇന്നു മുതൽ നീ നിലവിളിച്ച് കരയുന്നവനല്ല, ഇന്നു മുതൽ നീ ഭാരപ്പെടുന്നവനല്ല, ഇന്നു മുതൽ നീ ദൈവിക അധികാരം തുറക്കുന്നവനാണ്, ഇന്നു മുതൽ നീ സൃഷ്ടിപ്പ് നടത്തുന്നവനാണ്. റാദൽ ഖനാദിരാധന. ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ നിർത്തുകയാണ്. 2-3 മിനിറ്റുകൾ എല്ലാ മൈക്കിളും അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിക്കണം, എല്ലാ മൈക്കിളും അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിക്കണം. കർത്താവേ, ഞാൻ മടങ്ങി വരികയാണ്, ഞാൻ മടങ്ങി വരികയാണ്, എന്റെ മനോഭാവത്തിൽ മടങ്ങി വരികയാണ്, എന്റെ അഭിപ്രായത്തിൽ ഞാൻ മടങ്ങി വരികയാണ്. വിശ്വാസം ഇന്ന് രാവിലെ ചിലതുണ്ടാക്കും, വിശ്വാസം ഇന്ന് രാവിലെ ചിലതുണ്ടാക്കും, വിശ്വാസം ഇന്ന് രാവിലെ ചിലതുണ്ടാക്കും. യെരമ്യാവിന്റെ പുസ്തകത്തിൽ പറഞ്ഞു, ഞാൻ നിന്നെ എന്റെ വായാക്കി മാറ്റുമെന്ന്. എബ്രായ ലേഖനത്തിൽ പറയുന്നു, ഞാൻ നിന്നെ എന്നെ എബ്രായ ലേഖനത്തിൽ എന്റെ വിശ്വാസത്താൽ നീ ജീവിക്കും, നീ ഒരു യഥാർത്ഥ ജീവിതം ജീവിക്കും, നിന്റെ ജീവിതം ടിഷ്ടാകും, നിന്റെ ജീവിതം തിരിയും, നിന്റെ ജീവിതം തിരിയും, നിന്റെ കുടുംബം തിരിയും. ഓ, ഈ കാണുന്ന ലോകം കാണാത്ത അദൃശ്യ ലോകത്തിൽ ഉണ്ടായി വന്നെങ്കിൽ ഇന്ന് രാവിലെ അവൻ വിശേഷതയേറിയ ശുശ്രൂഷ ചെയ്യുന്നതിനാൽ നിന്റെ കുടുംബാന്തരീക്ഷത്തിന്റെ അവസ്ഥകളെ മുഴുവൻ തിരിക്കും. ഓ റാബ, ഈ കാണുന്ന ലോകം സൃഷ്ടിക്കപ്പെട്ടത് അവന്റെ വചനത്താലാണെങ്കിൽ ആ വചനം പ്രസ്താവിക്കുന്ന വായായി നിന്റെ വായെ ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് ട്രാൻസ്ഫോം ചെയ്യുകയാണ്. നിന്റെ ശരീരത്തെ അവന്റെ വായായി ട്രാൻസ്ഫോം ചെയ്യുകയാണ്. നീ അവന്റെ ശബ്ദമായി മാറും. നിന്റെ ശബ്ദം അവന്റെ ശബ്ദമല്ല, നിന്റെ ശരീരം അവന്റെ ശബ്ദമായി മാറും. നീ വചനമായി മാറുന്നു. വചനം കണ്ടെത്തി ഭക്ഷിച്ചവൻ ഇപ്പോൾ അവന്റെ വായായി മാറുന്നു. അവന്റെ വായിൽ നിന്ന് വചനം പുറപ്പെടുന്നത്, ഇപ്പോൾ ഷാബന. അങ്ങനെ ഒരു അപ്ഡേഷൻ, അങ്ങനെ ഒരു ഉയർച്ച, അങ്ങനെ ഒരു വളർച്ച, അങ്ങനെ ഒരു മഹത്വകരമായ ചലനം ദൈവാത്മാവ് ഇന്ന് രാവിലെ നിനക്ക് വേണ്ടി തുറക്കുന്നു. നിന്റെ ആത്മാവിന്റെ രക്ഷ, നിന്റെ ദേഹി രക്ഷ ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടി തുറക്കുന്നു. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരെ കൂട്ടത്തിൽ എത്രയാകുന്നു.
അപ്പൊ ഇന്ന് രാവിലെ നമ്മൾ രണ്ട് കാര്യമാണ് ചിന്തിച്ചത്. ഒന്നാമത് നമ്മൾ ചിന്തിച്ചത് യെരമ്യാവിന്റെ എബ്രായ ലേഖന പ്രകാരം എൻ്റെ നീതിമാൻ എൻ്റെ വിശ്വാസത്താൽ ജീവിക്കും. അവൻ യഥാർത്ഥ ജീവിതം ചെയ്യും. ട്രൂ ലൈഫ് അവൻ ഈ ഭൂമിയിൽ ജീവിക്കും. അതാണ് 38-39 വാക്യം. ഒന്നാം വാക്യം, വിശ്വാസം എന്തോ പ്രത്യാശിക്കുന്നവന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങൾ നിശ്ചയമാകുന്നു. അവനാലല്ലോ പൂർവന്മാർക്ക് സാക്ഷി ലഭിച്ചത്. ഈ കാണുന്ന ദൃശ്യമായ ലോകത്തിന് കാരണം അദൃശ്യമായ ലോകമാണ്. അദൃശ്യമായതാണെന്ന് നമ്മൾ വിശ്വാസത്താൽ അറിയുന്നു. അദൃശ്യമായത് എന്താണ്? അവൻ്റെ വചനമാണ്. അവൻ്റെ അദൃശ്യമായ വചനത്താൽ ദൃശ്യമായ ഈ ലോകം സൃഷ്ടിക്കപ്പെട്ടു. ഇതാണ് നമ്മൾ എബ്രായ ലേഖനത്തിൽ നിന്ന് പഠിച്ചത്. ആ വചനം യിരെമ്യാവ് കണ്ടെത്തി ഭക്ഷിച്ചു. പക്ഷെ അവൻ്റെ ഹൃദയത്തിനകത്ത് വലിയ മാറ്റമൊന്നും ഉണ്ടായില്ല. അത് കേൾക്കുമ്പോൾ ഒരു സന്തോഷം, കേൾക്കുമ്പോൾ ഒരു സുഖം. പക്ഷേ വചനം കേട്ടപ്പോൾ കളിക്കാരുടെ കൂട്ടത്തിൽ പോയി ഉല്ലസിക്കാതെ ഒറ്റയ്ക്കിരുന്നവൻ, അവൻ ഈ മാറിയിരിക്കുന്ന ഇരിപ്പും പഠിച്ച വചനവും ജീവിതത്തിൽ മനഃപൂർവ്വം വരുത്തിയ മാറ്റങ്ങൾ നിമിത്തം കേൾക്കുമ്പോൾ സന്തോഷമുണ്ടെങ്കിലും കേട്ട് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ അകത്ത് നീരസം വരികയാണ്. ദൈവത്തെക്കുറിച്ചുള്ള അഭിപ്രായം പറയുകയാണ്, ഇത്രയും പഠിച്ചിട്ട് ഇങ്ങനെയാണോ വന്നേ? ദൈവം എനിക്ക് ചതിക്കുന്ന തോട് പോലെയാണ്. എൻ്റെ കുടുംബത്തിൽ മാത്രം പ്രവർത്തിക്കുന്നില്ല, എന്നിൽ മാത്രം പ്രവർത്തിക്കുന്നില്ല, എനിക്കൊരു വിടുതലില്ല. ഇപ്പോഴും ഈ രാജ്യത്തിൻ്റെ രാജാവ് എന്നെ വേട്ടപ്പട്ടിയെപ്പോലെ വേട്ടയാടുകയാണ്. ഞാൻ എൻ്റെ ഭാഷ പറഞ്ഞതാണ് കേട്ടോ. ഉടൻ തന്നെ തമ്പുരാൻ പറഞ്ഞു, മോനെ, എന്നെക്കുറിച്ചുള്ള നിന്റെ അഭിപ്രായം ഹൃദയത്തിൽ നിന്ന് എടുത്തു മാറ്റി. നീ മടങ്ങി വന്നാൽ ഞാൻ നിന്നെ എൻ്റെ വായ പോലെയാക്കും. അപ്പോൾ വചനം നിൻ്റെ അകത്ത് സൃഷ്ടിപ്പ് നടത്തുവോ? നിന്നെ എൻ്റെ വായ പോലെയാക്കുവോ? നിങ്ങൾക്ക് ഇന്ന് രാവിലെ അതൊന്ന് പറയാമോ? ഞാൻ ദൈവത്തിൻ്റെ വായായി ജീവിക്കുമെന്ന്. ഒന്ന്, അവൻ എനിക്കൊരു ജീവിതം തന്നിട്ടുണ്ട്. റിയൽ ജീവിതത്തിലേക്ക് ഞാൻ പ്രവേശിക്കും. ഞാൻ അവൻ്റെ വിശ്വാസത്താൽ ജീവിക്കും. നിങ്ങൾക്ക് അതൊക്കെ ഒന്ന് പറയാൻ പറ്റും? നിങ്ങൾ കുറേ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ നിങ്ങളിങ്ങനെ ഈ വേടിൻ്റെ വെളിപ്പാടൊന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ച് നോക്കി. വേടിൻ്റെ വെളിപ്പാട് പറ്റുന്നവരെ നന്നായി കൺമുട്ടി ഇത് പറയാൻ പറ്റുമെങ്കിൽ എന്ന് പറഞ്ഞ്, എൻ്റെ നീതിമാൻ ഞാൻ അവൻ്റെ വിശ്വാസത്താൽ ജീവിക്കും. ഞാൻ യഥാർത്ഥ ജീവിതം ജീവിക്കും. ഓ ഷഖബാന ആശ്വസ്കന. കർത്താവ് ഇത് പ്രഖ്യാപിക്കുന്നവരുടെ മുമ്പിൽ വിശ്വാസത്താൽ ഈ വാക്ക് കേട്ട് പ്രഖ്യാപിക്കുന്നവരകത്ത് വിശ്വാസത്തിന്റെ ചലനം ഇപ്പോൾ തുറക്കട്ടെ. അപ്പോൾ എൻ്റെ നീതിമാൻ എൻ്റെ വിശ്വാസത്താൽ ജീവിക്കും. ചിലരങ്ങനെ ഇന്ന് രാവിലെ അപ്ഡേഷൻ നടക്കണം. ചിലരകത്ത് ദൈവാത്മാവ് അങ്ങനത്തെ ഒരു അപ്ഡേഷൻ നടക്കുകയാണ്. സംഭവിക്കുന്ന സംഭവങ്ങൾ നിമിത്തം, കുടുംബത്തിൽ സംഭവിക്കുന്ന സംഭവങ്ങൾ നിമിത്തം, ജോലി സ്ഥലത്ത് പല മേഖല സംഭവിക്കുന്ന സംഭവങ്ങൾ നിമിത്തം അകത്ത് നീരസം സംഭവിക്കുന്നവരുടെ നീരസത്തെ പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ ഒരു മടങ്ങി വരവിന്റെ സന്ദേശം പറഞ്ഞവരെ മടക്കി വരുത്തുകയാണ്. നീ ആ നീരസത്തിലല്ല ജീവിക്കേണ്ടത്, നീ അവന്റെ ജീവിതത്തിൽ ജീവിക്കണം. നീ യഥാർത്ഥ ജീവിതത്തിൽ ജീവിക്കണം. അത് ജീവിക്കുന്നവർ ദൈവത്തിന്റെ വായായി മാറും. അപ്പോൾ നീരസത്തെ ജയിക്കുമ്പോഴാണ് നീ ജയാളിയാകുന്നത്. ഞാൻ നിന്റെ മകളെ ആണെങ്കിൽ എന്റെ കർത്താവ് അവകാശങ്ങളും എന്തുണ്ടോ അത് മുഴുവനും പുത്രന്റേതാണെന്നുള്ളത് ഒരുപാട് എന്റെ കർത്താവെ ചുറ്റിച്ച നിന്റെ നാമം യേശുവെ എന്റേതാക്കി, എന്റെ നാമം നിന്റേതാക്കി. അവിടുന്ന് കർത്താവെ ജീവനുള്ള വചനങ്ങൾ പ്രസ്താവിക്കുമ്പോൾ എന്റെ കർത്താവെ ഞങ്ങൾ സ്വർഗീയ പിതാവേ, ഈ നല്ല പ്രഭാതത്തിനായി ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുന്നു. ഇന്നലെ രാത്രി ഞങ്ങൾ പഠിച്ച വചനത്തോടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ കൂടെ ഇന്ന് രാവിലെ ധ്യാനിപ്പാൻ ഞങ്ങൾക്ക് കൃപ നൽകിയല്ലോ. എൻ്റെ നീതിമാൻ എൻ്റെ വിശ്വാസത്താൽ ജീവിക്കും. ഞങ്ങൾ അങ്ങയിലുള്ള വിശ്വാസത്താൽ ജീവിക്കട്ടെ. സ്വർഗീയ സിംഹാസനത്തിൽ അങ്ങ് ഇപ്പോൾ ചെയ്യുന്ന ശുശ്രൂഷകളെ കാണുവാൻ ഞങ്ങളുടെ കണ്ണു തുറന്നല്ലോ. അങ്ങവിടെ അങ്ങനെ ശുശ്രൂഷിക്കുന്നെങ്കിൽ ഞങ്ങളിവിടെ അങ്ങയുടെ ആത്മാ ഞങ്ങൾക്ക് നൽകുന്ന യഥാർത്ഥ ജീവിതം ജീവിക്കുമല്ലോ. ആ ജീവിതം ഉണ്ടാകുന്നത് അങ്ങയുടെ വചനത്തിലുള്ള ഉറപ്പിലാണല്ലോ. ആ വിശ്വാസം ഇന്ന് രാവിലെ ഞങ്ങളുടെ മക്കളുടെ അകത്ത് കർത്താവ് തുറന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾ വചനം കണ്ടെത്തി ഭക്ഷിക്കുമ്പോൾ ഞങ്ങളുടെ അകത്ത് സന്തോഷം ഉണ്ടാകുന്നു, ആനന്ദമുണ്ടാകുന്നു. എന്നാൽ ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളായി ഞങ്ങൾ കൂട്ടിമുട്ടുമ്പോൾ ഞങ്ങളുടെ അകത്ത് നീരസം ഉണ്ടാകുന്നു. ഞങ്ങൾ പലപ്പോഴും യിരെമ്യാവ് പറഞ്ഞതുപോലെ തെളിച്ചു പറയുന്നില്ലെങ്കിലും ചില പദപ്രയോഗങ്ങളുടെയും ആശയങ്ങളുടെയും അങ്ങ് ചതിക്കുന്ന തോടാണെന്ന് ഞങ്ങൾ അറിയാതെ തന്നെ പലപ്പോഴും പറഞ്ഞു പോകുന്നുണ്ട്. കർത്താവേ, ഇന്ന് രാവിലെ ഞങ്ങൾ അങ്ങയിലേക്ക് ഞങ്ങളുടെ ദേഹിയിലുള്ള സകല ചിന്തകളിലും ഒരു മടങ്ങി വരവ് നടത്തുന്നു. ഞങ്ങളോട് ക്ഷമിക്കണമേ.
വാക്കുകൾ ക്ഷമിക്കണം, പ്രവർത്തികൾ ക്ഷമിക്കണം, ചിന്തകൾ ക്ഷമിക്കണം. അങ്ങ് വിശുദ്ധനാണ്, അങ്ങ് നീതിമാനാണ്, അങ്ങ് സ്നേഹമാണ്, അങ്ങ് കരുതുന്നവനാണ്, അങ്ങ് സൗഖ്യമാക്കുന്നവനാണ്, അങ്ങ് വിശ്വസ്തനാണ്, അങ്ങ് ഉടമ്പടികളുടെ ദൈവമാണ്, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി വിൽപത്രം എഴുതി വെച്ചവനാണ്, ഇപ്പോൾ അത് ഞങ്ങളിലേക്ക് എക്സിക്യൂട്ട് ചെയ്യുന്നവനാണ്. ഞങ്ങളുടെ പരിജ്ഞാനക്കുറവാണ് പല മേഖലകളിലും ഞങ്ങൾക്ക് ജയിക്കാൻ കഴിയാത്തത്. ഇന്ന് രാവിലെ അങ്ങയുടെ മക്കളുടെ ജീവിതം ഒരു ജയജീവിതമാക്കി മാറ്റേണ്ടതിന് ഇത് മുഴുവൻ അങ്ങയുടെ മക്കളിലേക്ക് തുറക്കുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ വെളിപ്പാടിൽ ഇവർ ജീവിക്കട്ടെ, ഇവരുടെ കുടുംബം അനുഗ്രഹമാകട്ടെ, ദൈവിക ഡെസ്റ്റിനിയിലേക്ക് ഇവർ പണിയപ്പെടട്ടെ. ഞാനതിനായിട്ട് ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മഹത്വം കുഞ്ഞാടിന് പ്രാർത്ഥനകളും യാചനകളും കേട്ടതിനായി സ്തോത്രം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം സ്വർഗീയ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴിനടത്തുന്ന പരിശുദ്ധാത്മാവാൻ ദൈവത്തിന്റെ സഹവാസവും കൂട്ടായ്മയും കാവലും നാം പ്രാർത്ഥിച്ച സകല പ്രാർത്ഥനാ വിഷയങ്ങളോടും ഭൂലോകത്തുള്ള സകല വിശുദ്ധന്മാരോടും നമ്മൾ ഓരോരുത്തരും ഇന്നും എന്നേക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവരെയും ഇരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഷലോം.